പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേടരവി സംക്രമവും ആ ദിനം സമാഗതമാകുന്ന വിഷു കണി ദർശനവും അതിനുശേഷം വിഷു കൈനീട്ട സമയവുമാകുന്നു. വളരെ അത്യുത്സാഹത്തോടു കൂടിയാണ് ലോക മലയാളികളെല്ലാം തന്നെ വിഷുവിനെ എതിരേൽക്കുന്നത്. നമ്മുടെ മലയാളികൾക്ക് പ്രധാനപ്പെട്ട 3 ഉത്സവങ്ങളാണ്. ചിങ്ങമാസത്തിലെ തിരുവോണം, ധനുമാസത്തിലെ തിരുവാതിര, അപ്രകാരം മേടമാസത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട വിഷുവും. ഇവിടെ നാം വിഷുക്കണിയൊക്കെ ഒരുക്കുന്നത് വിഷുദിനമാണ്. 2025 ഏപ്രിൽ മാസം 14-ാം തീയതി 1200, മേടമാസം 1-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 3:15 മേടരവി സംക്രമം. ആ സമയം മുതലാണ് നാം വിഷു ആഘോഷിക്കുന്നത്. തലേനാൾ തന്നെ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയിൽ അർദ്ധരാത്രി എൻ്റെ അമ്മ എല്ലാം ഒരുക്കി വെക്കും. ചക്കയും മാങ്ങയും തേങ്ങയും മറ്റെല്ലാ കാർഷിക വിഭവങ്ങളും, പ്രത്യേകിച്ച് വെള്ളരിക്ക് വളരെ പ്രാധാന്യമാണ്. സമൃദ്ധമായി വെള്ളരി ഉണ്ടാകും. അതിന് പുറമെ മത്തൻ, കുമ്പളം, ഇതൊക്കെ എല്ലാം ഒരുക്കി വെച്ച് നല്ല നെയ്യപ്പം ഉണ്ടാക്കി അമ്മ രാത്രി ഒരുക്കും. ഞങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാലാണ് അമ്മ ഒരുക്കുക. കാലത്ത് 4 മണിയാകുമ്പോഴേക്ക് ഞങ്ങളെ വിളിച്ച് കണ്ണുമടച്ച് എന്ത് ചെയ്യും? അവിടെ വന്ന് ഞങ്ങളെ ആ വിളക്കിൻ്റെ മുമ്പിൽ, കൃഷ്ണൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? എല്ലാം കാണിക്കുന്നു. സ്വർണമുണ്ടാകും താലത്തിൽ, വാൽക്കണ്ണാടിയുണ്ട്, നവധാന്യങ്ങൾ. ഒരു വലിയ അനുഭവം തന്നെയാണ്. കാരണം എൻ്റെ അമ്മയുടെ വീട്, എൻ്റെ അച്ഛനും അമ്മയും കാസർഗോഡ് ജില്ലക്കാരാണ്. അവർ അധ്യാപകരായി വടകര വന്നതാണ്. അവിടെ ഈ ആചാരം വളരെ ശക്തമാണ്. ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് തന്നെ അതൊരു വലിയ പ്രചോദനമായിരുന്നു. ഞങ്ങളുടെ ചിന്ത മുഴുവനും അത് കഴിഞ്ഞ് ലഭിക്കുന്ന കൈനീട്ടമാണ്. കുഴപ്പമില്ലാത്തൊരു കൈനീട്ടം ആ കാലത്ത് തന്നെ അച്ഛൻ തന്നിരുന്നു. അച്ഛൻ അമ്മയ്ക്ക് കൊടുക്കും, എന്നിട്ട് ഞങ്ങൾക്ക് മക്കൾക്കും തരും. ഒരു വലിയ അനുഭവമാണ്. അതൊക്കെയാണ് നമ്മുടെ നൊസ്റ്റാൾജിയ, നമുക്ക് വരുന്ന ചിന്തകൾ. അതിനുശേഷം അതൊക്കെ തന്ന് ആ നെയ്യപ്പം, അസാധ്യമായൊരു ടേസ്റ്റായിരുന്നു എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന നെയ്യപ്പം. ആ നെയ്യപ്പമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കുമായിരുന്നു. പുസ്തകം വായിക്കണം ഞങ്ങൾ, അത് നിർബന്ധമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള ഒരു വിഷു ഓർമ്മ, അതൊരു വലിയ, ഇപ്പോഴും അതൊരു നൊസ്റ്റാൾജിയായി മനസ്സിലുണ്ടാകുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴും മുടക്കാതെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലാണെങ്കിലും ഓണത്തിനും വിഷുവിനും ഞങ്ങൾ ഒരു ദിവസം അമ്മയോടുകൂടെ കൂടുമായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ അമ്മയും പോയി. ഞാനിവിടെ ലണ്ടനിലാണ്, ഫാമിലി കണ്ണൂരാണ്. മറ്റുള്ള എൻ്റെ സഹോദരങ്ങളൊക്കെ വടകര നഗരത്തിലാണ്. എൻ്റെ മകനെ വിവാഹം കഴിഞ്ഞു, അവൻ്റെ വീട്ടിലേക്ക് പോകും ഒരു വിഷുവിന്. ഇങ്ങനെയൊക്കെ ചെറിയ അണുകുടുംബങ്ങളായി നമ്മൾ മാറിക്കഴിഞ്ഞല്ലോ. അപ്പോൾ വിഷു കണിക്ക് ഏറ്റവും നല്ല സമയം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു. കുംഭം ലഗ്നമായി അന്നേ ദിവസം ഏപ്രിൽ 14-ാം തീയതി കാലത്ത് 3:15 മുതൽ 4:30 വരെയുള്ള സമയമാണ് വിഷുക്കണി ദർശനത്തിന് ഏറ്റവും നല്ലത്. ആ സമയത്ത് തന്നെ നിർബന്ധമായും രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? വിഷു കൈനീട്ടവും സമർപ്പിക്കണം. കാരണം വിഷു കൈനീട്ട സമർപ്പണം എന്നാൽ അതൊരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായ ദൗത്യമാണ്, കർമ്മമാണ്. അതിലൂടെ തനിക്ക് ധനസമ്പാദനം ഉണ്ടാകുമെന്ന വലിയ വിശ്വാസമുണ്ട്. അതിനാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ വിഷുക്കണി ദർശനം കഴിഞ്ഞ് കുടുംബത്തിലെ പ്രധാനിയായ നിങ്ങൾ, കാരണവരായിരിക്കും പഴയകാലത്ത് പ്രാധാന്യമുള്ള വ്യക്തി, അദ്ദേഹമാണ് എല്ലാവർക്കും നാണയത്തുട്ടുകൾ കൊടുക്കുക. അതിനാൽ വീട്ടിൽ ആരാണോ രക്ഷാകർത്താവ് അദ്ദേഹം എന്ത് ചെയ്യണം? തൻ്റെ ഭാര്യ, സന്താനങ്ങൾ, അവർക്കൊക്കെ തന്നെ, അല്ലെ വീട്ടിലുള്ള മറ്റ് വേലക്കാർ, സഹായികൾ, മറ്റ് ബന്ധു മിത്രാദികൾ അവിടെ വരുന്നവർക്കൊക്കെ തന്നെ വിഷുക്കൈ നീട്ടം
കൊടുക്കണമെന്നാണ്. അത് ഒരു അലിഖിത നിയമമാണ്. അതിനാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ചെറിയ സമ്പാദ്യം, ചെറുതായാലും വലുതായാലും, അതൊരു വർഷം കൊണ്ട് അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഒരു വലിയ സമ്പാദ്യമായി ആ ധനം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഏറ്റവും നല്ല സമയം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തൊരു സമയമില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ വിഷു ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.